ആ സർട്ടിഫിക്കറ്റും പ്രതിജ്ഞ ചൊല്ലി പ്ലഡ്ജ് ചൊല്ലി സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും ഒക്കെ വാങ്ങി തിരിച്ചു വരുന്നവൻ നമ്മുടെ തോളിൽ കിടന്ന് കരയുമ്പോൾ നമുക്ക് ഇവിടെ ഈ പുതുനഗരത്ത്, ഒരുപക്ഷെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിന് നഗരമെന്ന് പേരിട്ടിരിക്കുന്നു. ആ ഗ്രാമത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദൗത്യങ്ങളെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കും. എന്റെ റൈറ്റ് സൈഡിൽ എനിക്ക് വേണ്ട സപ്പോർട്ടുകളുമായിരിക്കുന്ന ടീമിൽ സുഹൃത്ത് നദീം അബ്ദുള്ളയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ സാങ്കേതിക സംവിധാനങ്ങൾ അനുവദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ, അതേ മുജാഹിദ് ബാലുശ്ശേരി എന്ന പ്രഗത്ഭനായ പ്രഭാഷകന്റെ പ്രസംഗത്തുമേ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വർക്ക് അദ്ദേഹം ചെയ്തു. ആ വർക്ക് ചെയ്യാൻ എവിടെ ഒരു കോഴ്സിനും പോയിട്ടില്ല. അതിന്റെ ട്യൂട്ടോറിയൽ ഓൺലൈനിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തു. അയാൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോഴോ അതിന് ഇഷ്ടം പോലെ വ്യൂവേഴ്സാ വന്നത്. വേറൊരു കുട്ടി അത് അപ്ലോഡ് ചെയ്തു. അതിന് 25,000-ലധികം വ്യൂവേഴ്സിനാണ് കിട്ടിയത്. നമ്മളെ ക്യാമ്പസിലെ സമയം പോൺ സൈറ്റുകൾക്ക് മുന്നിൽ കളയേണ്ടതല്ല. വാതിലുകൾ കുറ്റിയിട്ട് ഫാന് ശക്തമായി കടങ്ങുന്ന രാത്രിയിൽ പോണോഗ്രാഫിയും കഴിഞ്ഞ് അവസാനം സുബഹ് ബാങ്ക് വിളിക്കുമ്പോൾ മനസ്സിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുകയാണ്. അന്നത്തെ ക്ലാസും പോവാണ്. ആ സമയം ഇസ്ലാമിന് കൊടുക്കാൻ പറ്റും. ഈ ജിഹാദിനെ വിശദീകരിക്കുന്ന മെസ്സേജുകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ ലോകം ജിഹാദിന്റെ അർത്ഥം വായിക്കും. എന്താ, അയൽക്കാരനായ മനുഷ്യന്റെ വീട്ടിൽ നിന്നുള്ള ആർത്തനാദങ്ങൾ കേട്ട് വാതിൽ തുറന്ന് അയാളെ തന്റെ വാഹനത്തിലേക്ക് കയറ്റി കാഷ്വാലിറ്റി റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് ലോകം ജിഹാദി എന്ന് പേര് വിളിക്കും. അതല്ലെങ്കിൽ തന്റെ സീറ്റിന്റെ അരികിൽ തളർന്നു നിൽക്കുന്ന മനുഷ്യനെ സീറ്റിലേക്ക് ഇരുത്തുന്നതിന് ലോകം ജിഹാദ് എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ ഉസാമ ബിൻ ലാദന്റെയും സദ്ദാം ഹുസൈന്റെയും ഒക്കെ വീഡിയോ പരിസരത്തെ പൊട്ടിത്തെറികളുടെയും അതുപോലെ തന്നെ ആർത്തനാദങ്ങളുടെയും പേര് മാത്രമായിരിക്കും ജിഹാദ്. അതിനെ വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ഇസ്ലാം, ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് ക്യാമ്പസിനെ കൊണ്ട് പറയിപ്പിക്കാനാണ് പ്രഫ്കോൺ മുന്നേറ്റങ്ങൾക്കുള്ളതാണ്, അത് പിൻവലികൾക്കുള്ളതല്ല എന്ന് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്ക്, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ നിന്നാൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റും. വിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷ വരുമ്പോ പരീക്ഷക്കനുസരിച്ച ക്യാമ്പുകളും ക്ലാസുകളും ഒക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ നമുക്ക് പറ്റണം. എഴുതി വെക്കുക മനസ്സിൽ. 10 പേപ്പർ ബാക്കുള്ള ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് അയാളെ പരീക്ഷയിൽ പാസ്സാകാൻ ആവശ്യമായ ട്യൂഷനിങ്ങിനാണ് നമ്മുടെ സമയം നമ്മൾ ചെലവാക്കേണ്ടത്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈദ് കിസ്വ, ഒരു വിദ്യാർത്ഥി സംഘടനയും ഇത്ര ഒരു ദൗത്യം നിർവഹിക്കുന്നില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് റാപ്പർ പൊട്ടിക്കാത്ത പുതിയ ഉടുപ്പുകൾ എത്തുമ്പോൾ ആ കുരുന്നുകളുടെ മുഖത്തുള്ള ആ ചിരിയിലുള്ള ആഹ്ലാദം, അത് കാണുമ്പോഴുള്ള ആനന്ദം ഒരിക്കലും സിറിഞ്ചുകൾ ശരീരത്തിൽ കുത്തിക്കയറ്റിയാൽ ഉണ്ടാവുകയില്ല. ചെന്നൈയിലേക്കും അതുപോലെ തന്നെ മ്യാൻമറിലെ മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടിയുള്ള ഷെൽട്ടറുകളിലേക്കുമൊക്കെ പഴയ വസ്ത്രങ്ങൾ, പുതുമയുള്ള പഴയ വസ്ത്രങ്ങൾ അത് ബൾക്കായി അയക്കുമ്പോൾ ആ ലോറി കാണാമറയത്ത് മറയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, ആ ആനന്ദം ഒരിക്കലും സുഹൃത്തുക്കളെ കൈവെള്ളയിൽ പൊട്ടിച്ചിട്ട ആ വസ്തുക്കൾ ചുണ്ടിന്റെ ഉള്ളിലെത്തുമ്പോൾ ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അയൽക്കാരനായ വൃദ്ധനായ മനുഷ്യന്റെ ചാരത്തിരുന്ന് അയാളുടെ ചുളിഞ്ഞ ശരീരം തടവിക്കൊടുത്ത് പിതാമഹന്റെ വല്ലിപ്പയുടെ ഉപ്പയുടെ ഉമ്മയുടെ ആ കൊളാമ്പിയില്ലേ, ആ തുപ്പുന്ന കൊളാമ്പി കഴുകുന്നതിനുള്ള ആ ഒരു നിർവൃതി ഒരിക്കലും മയക്കുമരുന്നുകൾക്ക് നൽകാൻ സാധിക്കുകയില്ല. പിൻവാങ്ങുന്നു ഞാൻ. ഒരു കാര്യം ഉറപ്പാണ്, മരണം നമ്മളുടെ അടുത്തൊരു നിമിഷമെത്തും. മരണത്തിന് പ്രായമില്ല. മരണത്തിന് പ്രായമുണ്ടായിരുന്നെങ്കിൽ വേമ്പനാട്ട് കായലിൽ എന്റെ പ്രിയ സുഹൃത്ത് അസ്ഹറിന്റെ കുഞ്ഞ് അവൻ എന്നേക്കുമായി ഇല്ലാതാകുമായിരുന്നില്ല. അവന് 2 വയസ്സേ ഉള്ളൂ. കളിപ്പാട്ടങ്ങളോട് കഥ പറഞ്ഞു തുടങ്ങിയ പ്രായത്തിൽ അവൻ തിരിച്ചുപോയി. അവനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട മാതാപിതാക്കൾക്ക് കൂടുതൽ ഉശിരോടെ ദീനരംഗത്ത് മുന്നേറാനുള്ള മനക്കരുത്ത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും മരണത്തിന് നിങ്ങൾ പ്രൊഫഷണൽ വിദ്യാർത്ഥിയാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ കടവത്തൂരിലുള്ള നമ്മുടെ ഒരു സഹോദരി രജിസ്റ്റർ ചെയ്ത പ്രൊഫ്കോൺ എന്ന് രജിസ്റ്റർ ചെയ്ത ഒരു സഹോദരി ഇവിടെ വരേണ്ടിയിരുന്നു. പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേക വസിയത്ത് ഒരു സുഹൃത്ത് ഇങ്ങോട്ട് കയറുമ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗർഭിണിയുടെ വയറുപോലത്തെ വയറും വീർത്ത് ക്യാൻസറിനെ അഭിമുഖീകരിച്ച് കിടക്കുകയാണ് അവൾ. അള്ളാഹു അവൾക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ഞാൻ ആ വാക്ക് പറഞ്ഞത് രോഗത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് കിട്ടാനാണ്.
അടുത്ത പ്രൊഫ്കോണിന് ഒരുപക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, വേണ്ട, നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തിരിച്ചറിവുകളുടെ തീരം അതാണ് പ്രൊഫ്കോൺ. പ്രകാശവാഹകരെന്നാണ് എനിക്ക് തന്ന ടൈറ്റിൽ. പ്രകാശത്തിന്റെ വാഹകരാണ് നമ്മൾ. ക്യാമ്പസിലെ ഒരു പുതിയ സംസ്കാരം വരണം. സിനിമയും സംഗീതവും മ്യൂസിക്കും സൃഷ്ടിച്ച സംസ്കാരത്തിന് പകരം നന്മയുടെ ദൈവിക ദർശനത്തിന്റെ അതിശക്തമായ മെസ്സേജുകളുടെ പുതിയൊരു സംസ്കാരം. ആ സുപ്രതീക്ഷകൾ ഈ വേനൽ ചൂടിന്റെ കൊടുമ്പിരിക്കൊള്ളുന്ന പശ്ചാത്തലത്തിലും ഒരിക്കലും കാലിയാകാത്ത സദസ്. വീഡിയോ ക്യാമറകൾ പാഞ്ഞപ്പോൾ കാലിയായ സീറ്റുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നൽകുന്ന മെസ്സേജ് അതുതന്നെയാണ്. ഇങ്ങനെ 3 ദിവസം നമുക്കിവിടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ വരുന്നു. ജീവിതത്തെ ശ്രദ്ധിച്ചുപയോഗിക്കുക, കരുതലോടുകൂടെ ഉപയോഗിക്കുക. ഇവിടെ പാലക്കാടാണിത്. എന്റെ സുഹൃത്ത് ഫഹമി ഉണ്ടാകേണ്ടിരുന്ന ഒരു വേദിയാണിത്, ഉണ്ടായിട്ടില്ല. ഇനിയും അനുസ്മരിക്കപ്പെടണം. 1000 പ്രൊഫ്കോണുകളിൽ നിങ്ങൾക്ക് വേണ്ടി ആരും നാൽക്കവലകളിൽ പ്രതിമകൾ തീർക്കുകയില്ല, മെമ്മോറിയലിന് വേണ്ടി ആരും ബിൽഡിങ്ങുകൾ പണിയുകയില്ല. പക്ഷേ മനസ്സുകളിൽ പ്രാർത്ഥനകളുടെ സാന്നിധ്യം ഉണ്ടാകും. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രതിമകൾ പണി കഴിപ്പിക്കുകയില്ല. പക്ഷേ നന്മകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന പ്രകാശം പരത്തുന്നവർക്ക് വേണ്ടി പ്രകാശവേഗതയിൽ ലോകം അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.